നമസ്കാരം. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്തത് മൂലം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. ഡോ ജോൺസ് 1.3%, നാസ്ഡാക്ക് 1.8%, S&P 1.37% ഇടിഞ്ഞു. ഡിസംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജനുവരി മാസത്തെ CPI ഇൻഫ്ലേഷൻ 0.3% ഉയർന്ന് 3.1%-ലേക്കെത്തി. മാർക്കറ്റ് മന്ത് ടു മന്ത് 0.2% വർധനവാണ് ഇൻഫ്ലേഷനിൽ പ്രതീക്ഷിച്ചത്. ഇയർ ഓൺ ഇയറിൽ 2.9%. 0.2% ഇൻഫ്ലേഷൻ വർധനവ് പ്രതീക്ഷിച്ചെടുത്ത് 0.3% ഇൻഫ്ലേഷൻ വർധനവ് ഉണ്ടായതുമൂലം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത കുറയുന്നു എന്ന് മാർക്കറ്റിന് തോന്നിയതുകൊണ്ടാകാം കഴിഞ്ഞ ദിവസം ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചത്. കോർ ഇൻഫ്ലേഷൻ 0.3% ഉയർന്ന് 3.7%-ലേക്ക് എത്തുകയും ചെയ്തു. അമേരിക്കയിൽ നിന്ന് വരുന്ന ഡേറ്റകൾ ഇന്ത്യൻ മാർക്കറ്റിന് തികച്ചും അനുകൂലമല്ല. കാരണം ബോണ്ട് യീൽഡ് ഉയരുന്നതും ഡോളർ ഇൻഡെക്സ് ഉയരുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ താൽക്കാലികമെങ്കിലും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 10 വർഷത്തെ ബോണ്ട് യീൽഡ് 4.32%-ൽ നിന്നും 4.66%-ലേക്ക് ഉയരുകയും ഇതിന്റെ ഇമ്പാക്ട് പല ടെക് സ്റ്റോക്കുകളിലും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഈ സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് IRCTC കഴിഞ്ഞ ദിവസം 1.16% ഉയർന്ന് 910 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 72,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 68.68, ഡിവിഡന്റ് യീൽഡ് 0.62%. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 40%-നടുത്ത് റിട്ടേൺ നൽകുകയും 1 വർഷം കൊണ്ട് 41%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 17.4% വർദ്ധിച്ചു. 285 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 300 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 21.8% വർദ്ധിച്ച് 918 കോടിയിൽ നിന്നും 1118 കോടിയിലേക്ക് ഉയർന്നു. എബിറ്റയിൽ 21% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 325 കോടിയിൽ നിന്നും എബിറ്റ 394 കോടിയിലേക്ക് ഉയർന്നു. അതേസമയം എബിറ്റ മാർജിൻ 35.5%-ൽ നിന്നും 35.2%-ലേക്ക് ഇടിയുകയും ചെയ്തു. IRCTCയുടെ പെർഫോമൻസ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസിലും പ്രോഫിറ്റിലും ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് മാർജിൻ ഇയർ ഓൺ ഇയറിൽ 35%-നടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ 37%-ൽ നിന്നും 35%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഡിസംബർ ക്വാർട്ടറിൽ IRCTCയിൽ FISഉം DISഉം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. 7.1%-ൽ നിന്നും 7.3%-ലേക്ക് FIS സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും DIS 10.5%-ൽ നിന്നും 11.9%-ലേക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും ചെയ്തു. സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലായിരുന്നു. 1150 രൂപയാണ് സ്റ്റോക്കിന്റെ പ്രധാന റെസിസ്റ്റൻസ്. അവിടെ നിന്നും സ്റ്റോക്ക് കറക്റ്റായി സപ്പോർട്ട് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 900 സ്റ്റോക്കിന്റെ ഒരു പ്രധാന സപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസവും സ്റ്റോക്ക് 900-നടുത്ത് എത്തിയപ്പോൾ ബൈയിങ് കാണാൻ സാധിച്ചു. 900 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 850, 785 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിന്റെ മറ്റ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ക്വാർട്ടർലി റിസൾട്ടുകളിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്കാണ് ഏഷ്യർ മോട്ടോർ. ഏഷ്യർ മോട്ടോർ കഴിഞ്ഞ ദിവസം 0.6% ഉയർന്ന് 3898-നടുത്ത് ക്ലോസിംഗ് നൽകി. 1,00,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.84, ഡിവിഡന്റ് യീൽഡ് 1%-നടുത്ത്, 52 വീക്ക് ഹൈ 4200, 52 വീക്ക് ലോ 2836. 1 മാസം കൊണ്ട് സ്റ്റോക്ക് 1% റിട്ടേണും 1 വർഷം കൊണ്ട് 22%-നടുത്ത് റിട്ടേണും നൽകി. ഏഷ്യർ മോട്ടോറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 34% വർദ്ധിച്ച് 741 കോടിയിൽ നിന്നും 995 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 12.2% വർദ്ധിച്ച് 3721 കോടിയിൽ നിന്നും 4179 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് ഏഷ്യർ മോട്ടോറിൽ നിന്നും 959 കോടി രൂപയുടെ പ്രോഫിറ്റും 427 കോടി രൂപയുടെ റവന്യൂവുമാണ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂ, ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു. ഏഷ്യർ മോട്ടോറിന്റെ എബിറ്റ 27% വർദ്ധിച്ച് 887 കോടിയിൽ നിന്നും 1090 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 23%-ൽ നിന്നും 26%-ലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. 2 വീലർ സെഗ്മെന്റിൽ റോയൽ എൻഫീൽഡിന്റെ സെയിൽസിൽ അത്ര വലിയ വർധനവ് കാണാൻ സാധിക്കുന്നില്ല. 2,19,898 മോട്ടോർ സൈക്കിൾ യൂണിറ്റിൽ നിന്നും 2,29,214 മോട്ടോർ സൈക്കിൾ യൂണിറ്റിലേക്കാണ് സെയിൽസ് വർദ്ധിച്ചിരിക്കുന്നത്. 4% വർധനവ് ബൈക്ക് സെഗ്മെന്റിൽ കമ്പനി നേടി. കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ 12% വളർച്ച കൈവരിച്ചു. 53,247 യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ക്വാർട്ടറിൽ സെൽ ചെയ്തത്. അവിടെ നിന്നും താരതമ്യപ്പെടുത്തുമ്പോൾ 59,828 യൂണിറ്റ് കമ്പനിക്ക് സെൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
ഏഷ്യർ മോട്ടോർ എന്ന സ്റ്റോക്ക് 3850 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 3600, 3500 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടാണ്. 4000, 4200 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസ്. മൂന്നാമത്തെ സ്റ്റോക്ക് ദീപക് നൈട്രേറ്റ്. കെമിക്കൽ സെക്ടറിലെ കമ്പനികളെല്ലാം മോശം ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെക്കുന്ന ഒരു സമയമാണിത്. ദീപക് നൈട്രേറ്റും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 1% ഉയർന്ന് 2229 ക്ലോസിംഗ് നൽകി. 30,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38, ഡിവിഡൻഡ് yield 0.3%, 52 വീക്ക് ഹൈ 2521, 52 വീക്ക് ലോ 1735. 6 മാസം കൊണ്ട് 8% റിട്ടേണും 1 വർഷം കൊണ്ട് 26% റിട്ടേണുമാണ് ദീപക് നൈട്രേറ്റ് നൽകിയത്. ദീപക് നൈട്രേറ്റിന്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 3.4% ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം 209 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ പ്രോഫിറ്റ് 202 കോടിയായി ഇടിഞ്ഞു. റവന്യൂവിൽ മാർജിനൽ വർധനവ് മാത്രമേ ഉള്ളൂ. റവന്യൂ 0.9%, അതായത് 1%-നടുത്ത് ഉയർന്ന് 1991 കോടിയിൽ നിന്നും 2009 കോടിയിലേക്ക് ഉയർന്നു. അതേസമയം എബിറ്റ 3.16% ഇടിഞ്ഞ് 314 കോടിയിൽ നിന്നും 304 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് മാർജിൻ 63 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 15.8%-ൽ നിന്നും 15.6%-ലേക്ക് എത്തുകയും ചെയ്തു. ഈ ക്വാർട്ടർലി റിസൾട്ടിൽ ദീപക് നൈട്രേറ്റിന്റെ സബ്സിഡറി കമ്പനിയായ ദീപക് ഒമാൻ ഇൻഡസ്ട്രീസിൽ 51% ഇക്വിറ്റി ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. റിസൾട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസ് വർധനവുണ്ടായിട്ടുണ്ട്. 1991 നിന്നും സെയിൽസ് 2009 1778 കോടിയിൽ നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടർ 2009 കോടിയിലേക്കും സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഓപ്പറേറ്റിംഗ് മാർജിൻ ഇയർ ഓൺ ഇയറിൽ 16%-ൽ നിന്നും 15%-ലേക്കും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 17%-ൽ നിന്നും 15%-ലേക്കും ഇടിഞ്ഞു. ഇതുമൂലം ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും പ്രോഫിറ്റ് ഇടിഞ്ഞു. 280 കോടിയിൽ നിന്നും 202 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 205 കോടിയിൽ നിന്നും 202 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറും പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 11%, ROE 32%-നടുത്ത്. FISും DISും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുണ്ട്. FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6.47%-ൽ നിന്നും 6.48%-ലേക്ക് ഉയർന്നു. DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 17.9%-ൽ നിന്നും 18.8%-ലേക്ക് ഉയർന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിലും കെമിക്കൽ സെക്ടറിലെ കമ്പനികളിൽ ഒരു റിക്കവറി കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദീപക് നൈട്രേറ്റ് പോലുള്ള സ്റ്റോക്കുകളിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് തന്നെ പ്രതീക്ഷിക്കാം. 2000 രൂപയുടെ സപ്പോർട്ടും 2500 രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്